الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസിനികൾ, കാരുണ്യവാനായ പടച്ചറപ്പിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സർവശക്തനായ പടച്ചറപ്പ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നൽകുന്ന അളവറ്റ അനുഗ്രഹത്തിൻ്റെ നിറവിലാണ് നമ്മുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. ജീവിതമെന്ന് പറയുന്നത് ഒരു ഉദിച്ചുയർന്ന സൂര്യനാണ്. അത് എത്ര കത്തിത്തെളിഞ്ഞാലും ഒരിക്കൽ അസ്തമിക്കാനുള്ളതാണ്. ജീവിതം ഒരു നീങ്ങിപ്പോകുന്ന നിഴലുമാണ്. റഹ്മാനായ റബ്ബ് ഹ്രസ്വകാലത്തെ ഭൂമിയിലെ ജീവിതം അവനായിട്ട് കുറേ വ്യവസ്ഥകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മനുഷ്യന് അത് തിരിഞ്ഞാലും ഇല്ലെങ്കിലും. കുട്ടിക്കാലം മുതൽ മദ്രസയിൽ പോയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും. അതിലെ ഈമാൻ കാര്യം 6 എന്ന് അന്ന് ഉരുവിട്ട് പഠിച്ചത് ഓർക്കുക. അതിൽ 6ാമത്തതായിട്ട് നമ്മൾ പറയാറുണ്ട് അൽ ഖൈർ വശർറു മിനല്ലാഹി തആല. നന്മയും തിന്മയും എന്തൊക്കെയുണ്ടോ അതെല്ലാം അള്ളാഹുവിൽ നിന്നാണ്. ഒരു മനുഷ്യന് വേണ്ടി അള്ളാഹ് അങ്ങനെ സംവിധാനിക്കും. പരീക്ഷണങ്ങൾ കൊടുക്കും, ചിലപ്പോൾ ആശ്വാസങ്ങൾ കൊടുക്കും, നല്ല ആരോഗ്യം കൊടുക്കും, ചിലപ്പോൾ മാരകമായ രോഗം കൊടുക്കും, ചിലപ്പോൾ സമ്പൽ സമൃദ്ധി കൊടുക്കും, ചിലപ്പോൾ കടുത്ത ദാരിദ്ര്യം കൊടുക്കും, ചിലപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ആഹ്ലാദം കൊടുക്കും, ചിലപ്പോൾ കനത്ത നിരാശ കൊടുക്കും, ദുഃഖം കൊടുക്കും. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു തലമാണ്.
ഇത് ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ്. ജീവിതത്തിൽ നമുക്ക് പടച്ചോൻ തരുന്ന ഒരുപാട് ഖൈറുകളുണ്ട്. നമ്മൾ ഷർറ് എന്ന് കരുതുന്നതൊക്കെ ചിലപ്പോൾ ഖൈറായിരിക്കാം. ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. രോഗം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണമാണ്. അതിനെക്കുറിച്ചും പറയുന്നത് ഒരു ഖൈർ എന്നാണ്. പക്ഷെ ഒരു രോഗി ആണ് നമ്മൾ എന്ന് അറിയുന്നൊരു നേരമുണ്ട്. ഇതൊരു ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റാണ്. ഒരു കുടുംബത്തിൻ്റെ അതുവരെയുള്ള എല്ലാ അജണ്ടകളും മാറ്റിമറിക്കുന്നതാണ് കുടുംബനാഥന്റെ രോഗം. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ബ്ലഡ് ടെസ്റ്റിന് അയച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ മുഴ ടെസ്റ്റിന് അയച്ചിരിക്കുക, അടുത്ത ആഴ്ച റിസൾട്ട് വരും. അയാളുടെ ഉള്ളു വിങ്ങുന്നുണ്ട്, അയാളുടെ കുടുംബം ദുഃഖിക്കുന്നുണ്ട്, ആരൊക്കെയോ അടക്കം പറച്ചിലുകൾ അയാൾ ദൂരെ നിന്ന് കേൾക്കുന്നുണ്ട്. എന്തോ മാരകമായ രോഗമാണ് എന്ന് ആരും പറയാതെ അയാൾ തിരിച്ചറിയുന്നുണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുടുംബത്തിന്റെ പെരുമാറ്റത്തിൽ മുതൽ മാറ്റങ്ങൾ തുടങ്ങി. ഇനി ആ വീട്ടിൽ ഒരു പെയിന്റ് അടിയെ കുറിച്ചൊരു ചർച്ച ഉണ്ടാവില്ല. നമുക്കൊരു പുതിയ റൂം എടുക്കണം എന്നൊരു ചർച്ച ഇനി ഭാര്യയോട് പറയില്ല. നമുക്ക് ഇന്ന ഇന്ന വീട്ടുപകരണങ്ങൾ വാങ്ങണം, അതിൻ്റെ ഒരു കുറവേ ഇവിടെ ഉണ്ട് എന്ന് ഇനി മുതൽ ഭാര്യ പറയില്ല. പ്രതീക്ഷകൾ അസ്തമിച്ചു പോകുന്ന ഒരു നിമിഷമാണത്. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അത് തരണം ചെയ്യാൻ അവന് കഴിയണം. ഒരു ശക്തിയും അവനില്ല, വിശ്വാസമല്ലാതെ വേറൊരു ശക്തി അവനില്ല, വേറൊരു ധൈര്യം അവനില്ല. വിശ്വാസിയെ സംബന്ധിച്ച് അശറഫുൽ ഖൽഖ് റസൂലുള്ളാഹി പറയാണ്, ഇന്ന സ്വാബതുഹു സറാഅ ശകറ, എന്തെങ്കിലും സന്തോഷമുള്ള കാര്യം അവന് വന്നാൽ ശകറ, അവൻ അല്ലാഹുവിനെ സ്തുതിക്കും, ഫകാന ഖൈറൻ ലഹു, അപ്പോൾ അവന് ഖൈർ രേഖപ്പെടുത്തും. വഇന്ന സ്വാബതുഹു ളറാഅ, അവന് വിഷമമുള്ള ഒരു കാര്യം അവന് ബാധിച്ചാൽ സ്വബറ, അപ്പോൾ അവൻ ക്ഷമിക്കും, വകാന ഖൈറൻ ലഹു, അതും അവന് നന്മയായി ഭവിക്കുന്നതാണ്. സത്യവിശ്വാസിയെ പറ്റി പറയാം. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ലോകത്ത് സത്യവിശ്വാസിക്കല്ലാതെ അങ്ങനെ കഴിയില്ല എന്ന് പറഞ്ഞു. ഈ അടുത്തൊരു വ്യക്തിയുടെ ആത്മഹത്യയെക്കുറിച്ച് കേട്ടു. എന്താ കാരണം? എല്ലാവരും അത്ഭുതപ്പെടുക. അയാളുടെ വീട് കണ്ടിട്ട് ആളുകൾ അത്ഭുതപ്പെടുക. ആത്മഹത്യ ചെയ്ത മയ്യത്തിന്റെ വീട്ടിൽ വന്നിട്ട് ആളുകൾ ഞെട്ടിപ്പോവുക. മനോഹരമായ വീട്, പറയാനോ ചൂണ്ടിക്കാണിക്കാനോ ഒരു കുറവ് അവിടെ ഇല്ല. ഭാര്യക്കടക്കം സുഭിക്ഷമായ ജോലി, വരുമാനത്തിനൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ എന്തേ അയാൾ ഈ കടും കൈ ചെയ്തത്? അപ്പോഴാണ് വിവരം കിട്ടുന്നത്, അയാളുടെ ഒരു മകന് ഒരു രോഗമാണ്. അത് അയാൾ അറിഞ്ഞതാണ് പ്രശ്നം. അത് അയാളെ പ്രതീക്ഷകളൊക്കെ തകിടം മറിച്ചു. അപ്പം അയാൾ ഈ പണിയാണ് ചെയ്തത്. അത് ചെയ്യാൻ പാടില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മനുഷ്യൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു താളമാണ്. താൻ പ്രതീക്ഷയോട് കണ്ടിരുന്ന തൻ്റെ പൊന്നുമകന് മാരകമായ രോഗമാണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഇയാൾ പിന്നെ എന്താ ആലോചിച്ചു പോവുകയാണ്. അതുവരെ കണ്ട സ്വപ്നങ്ങൾ, അതുവരത്തെ രാത്രികൾ, അതുവരത്തെ നിലാവുകൾ ഒക്കെ അസ്തമിച്ചു പോവുക. അവിടെയാണ് ഒരു വിശ്വാസി, ഉള്ളിൽ ഈമാൻ കടന്നവനെ സംബന്ധിച്ചിടത്തോളം മനസ്സ് തളരുന്ന ഒരു നേരം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ രോഗത്തിൻ്റെ ഒരു അവസ്ഥ. അവിടെ നല്ല ക്ഷമ അവലംബിക്കാൻ കഴിയുക എന്നുള്ളത് പ്രധാനമാണ്. പിന്നെ പ്രാർത്ഥന വളരെ പ്രധാനമാണ്. അല്ലാതെ വേറെ ആയുധങ്ങളില്ല. ഒരു വിശ്വാസിക്ക് ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ്. ദുആ വല്ലാത്തൊരു ആയുധമാണ്. അത് കൊടുക്കുന്നൊരു ധൈര്യം ചെറുതല്ല. ആകാശ ലോകത്തിനപ്പുറത്തുള്ള പടച്ച റബ്ബിനോട് അവന്റെ ഉള്ളു തുറന്നിട്ട് അവൻ സംവദിക്കുക. അവന്റെ ആദിയും വ്യാധിയും ഒക്കെ അവൻ പങ്കുവെക്കുക. 6000-ലധികം വരുന്ന ആയത്തുകളിലൂടെ അള്ളാഹു അവനോട് സംവേദനം നടത്തിയിട്ടുണ്ട്.
അതിൽ അള്ളാഹുവിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. മനുഷ്യനെ ഭൂമിയിലല്ല പടച്ചത്, അവൻ ഒരുപാട് ക്ലേശം സഹിക്കേണ്ട നിലയിലാണ്. അങ്ങനെ അള്ളാഹ് സംവിധാനിച്ചിട്ടുള്ളത്. ദുഃഖം അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഒന്ന് തീരുമ്പെടുത്തത് അത് തിരമാല പോലെ അല്ലെ. ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്ത പ്രശ്നം വരും. ജീവിതം അങ്ങനെയാണ്. എല്ലാ പ്രശ്നം തീർന്നു നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ പിന്നെ അയാൾക്ക് അധികം ആയുസ് ഉണ്ടായിക്കൊള്ളുന്നില്ല. എൻ്റെ ദുനിയാവിലെല്ലാ ആഗ്രഹങ്ങളും തീർന്നു എന്ന് പറഞ്ഞാൽ അതൊരു കമാലിയത്ത് വന്നു, ഒരു പൂർണ്ണത വരെയാണ് അവിടെ. ഞാൻ പറഞ്ഞു വന്നത്, ആ ഒരു സംവിധാനത്തിലുള്ള മനുഷ്യനെ പഠിച്ചത്. രോഗങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ ഒക്കെ സഹിക്കാനും ക്ഷമിക്കാനും ഒരു മനുഷ്യന് കഴിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഖുർആൻ അതുകൊണ്ട് പറഞ്ഞു, വനബലുവക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. നിങ്ങൾക്ക് നാം ഷർറും ഖൈറും കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. വഇലൈനാ തുർജഊൻ. നിങ്ങൾ നമ്മുടെ അടുത്തേക്ക് മടങ്ങി വരികയും ചെയ്യും. ഖുർആൻ ഇടക്കിടക്ക് പറയുന്നൊരു വാക്കാണ്. ബന്ധങ്ങളെ പറ്റി പറയുമ്പോഴൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കളെ പറ്റി പറഞ്ഞ ഒരു വാക്കുണ്ട് അവസാനം, വഇലൈനാ തുർജഊൻ. എൻ്റെ അടുത്തേക്ക് നിങ്ങൾ മടങ്ങി വരും. അമലുകളെ കുറിച്ച് പറഞ്ഞ്, മനുഷ്യന്റെ നന്മകളെ കുറിച്ച് പറഞ്ഞ് അവിടെയൊക്കെ പറയുമ്പോൾ അവസാനം പറയും നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരും എന്ന് പറയുന്നുണ്ട് ഖുർആൻ. അതുകൊണ്ടൊരു മനുഷ്യന്, ഒരു രോഗി ഒരു സമൂഹത്തിലുണ്ടെങ്കിൽ ആ രോഗിക്കുടെ വിശ്വാസം ഒന്ന്, രണ്ട്, ആ സമൂഹത്തിന് ചില ബാധ്യതകൾ അദ്ദേഹത്തോടുണ്ട് എന്നുള്ളതാണ്. രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത് വലിയ പുണ്യമായിട്ടാണ് പഠിപ്പിച്ചത്. അയാൾക്ക് ആശ്വാസം കൊടുക്കണം, അയാൾക്ക് ഈനാസ് കൊടുക്കണം, സമാധാനം കൊടുക്കണം. പാറിപ്പറന്ന് നടന്നിരുന്നൊരു മനുഷ്യൻ ഒരു റൂമിൽ ഇങ്ങനെ അടച്ചിട്ടപ്പോ മിണ്ടാനും പറയാനും മൂളിക്കൊടുക്കാനും അയാൾക്ക് ആരുമില്ലാത്തൊരവസ്ഥ വരുമ്പോ, അയാളുടെ ഭൂതകാലത്തിന്റെ ഓർമ്മകളിൽ അയാളുടെ നല്ല നല്ല സുഹൃത്തുക്കൾ അയാളെ സന്ദർശിക്കുമ്പോ അയാൾക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവും. അതുകൊണ്ട് 6 കടമകൾ പറഞ്ഞപ്പോ പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മുസ്ലിങ്ങൾ തമ്മിൽ ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. അതിലൊന്ന് ഇയാദത്തുൽ മരീദ് എന്നാണ്, രോഗിനെ സന്ദർശിക്കുക എന്നാണ്. അവിടെ അടിവരടുന്ന മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ചില കുടുംബങ്ങൾക്ക് ഇഷ്ടമല്ല. ചില ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾ അവിടെ പോകില്ല. എന്താ, മക്കൾ ഇഷ്ടമല്ല. മക്കൾ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ട് ആരും വരണ്ട, പാപ്പാനെ കാണാൻ ഇങ്ങോട്ട് ആരും വരണ്ട. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ മക്കളെ അവസ്ഥയൊക്കെ വല്ലാത്തൊരവസ്ഥയാണ്. ആ മനുഷ്യൻ കടന്ന് തേങ്ങാണ്. കാണണമെന്ന് ആഗ്രഹമുണ്ട് അയാൾക്ക്, പറയാൻ പറയേണ്ട അയാൾക്ക്. പക്ഷെ കുടുംബം പറഞ്ഞാണ് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമല്ല, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരാൾ വരണ്ട. ഈ തിരക്കിന്റെ പുതിയ കാലത്ത് കാരണം ഒരാൾ വന്ന് ഒരു വീട്ടിൽ വന്നു പോകുമ്പോഴേക്ക് അവിടെ ആകെ പ്രശ്നമാകും എന്ന് നമ്മൾ ധരിച്ചു പോവുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം പറഞ്ഞപ്പോ പറഞ്ഞതാ, ഇന്ന് ആരാണ് സുബഹി ജമാഅത്തിൽ പങ്കെടുത്തത്? അന യാ റസൂലല്ലാഹ്. ഓരോ കാര്യം പറഞ്ഞപ്പോഴും ആ കൂട്ടത്തിൽ ഒരു വർത്താനം അതാണ്, ഇന്ന് ആരാണ് രോഗിയെ സന്ദർശിച്ചത്? അന യാ റസൂലല്ലാഹ്, ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് നബിയെ എന്നാണ്. ഇസ്ലാം അത്ര വലിയ പുണ്യമായി കണ്ടതും രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതും അദ്ദേഹത്തിന് ആശ്വാസം കൊടുക്കാൻ പറഞ്ഞതും ഒക്കെ ബാധ്യതയാണ്. ഒരു വീട്ടിലൊരാൾ രോഗിയായാൽ ആ വീട്ടുകാർക്ക് പരീക്ഷണമാണ്, അവർക്ക് നല്ല ക്ഷമ വേണം, അല്ലെങ്കിൽ ഇത് കഴിയില്ല. എന്തിനാ അള്ള ചെയ്യണത്? അള്ള പരീക്ഷിക്കുകയാണ്. ഓരോ സമയത്ത് എന്താ മനുഷ്യൻ കാട്ടുന്നത് അല്ലേ? ഭാര്യയ്ക്ക് രോഗം കൊടുത്തത് എന്തിനാ? ഭർത്താവിന്റെ യഥാർത്ഥമായ സ്നേഹത്തെ പരീക്ഷിച്ചതാണ്. ഭർത്താവിന് രോഗം കൊടുത്തത് എന്താ? ഭാര്യയുടെ ഇനി അടുത്ത ചുവടുവെപ്പുകൾ എന്താണെന്നുള്ള പരീക്ഷിച്ചതാണ്. അതാണ് ജീവിതം. ചില കുടുംബങ്ങൾ, എത്ര മനുഷ്യന്മാർ ഒരു രോഗം കൊണ്ട് അങ്ങോട്ട് തകർന്നു പോകുന്നുണ്ട്. സ്വത്ത് ഒരുപാടുണ്ടായിരുന്നു എന്നാ പറഞ്ഞത്, ഒക്കെ വിറ്റുപോകും. ചില ആളുകൾ പറയാറുണ്ട് എല്ലാം വിറ്റുപോകും. അവസാനം അയാളും പോയി, അടുത്ത തലമുറ ദാരിദ്ര്യത്തിലേക്ക് പോവുക. എന്തായിരുന്നു ഒരു കാലത്ത് എല്ലാവരും പറഞ്ഞിരുന്നു തലമുറകൾക്ക് സ്വത്തുണ്ടായിരുന്നു, തലമുറകൾക്കുള്ള സ്വത്തുണ്ട് അയാൾക്ക്. പക്ഷെ ഒക്കെ പോകാൻ ഒറ്റ മിനിറ്റ് മതി. പടച്ചവന്റെ തീരുമാനം അത്ഭുതകരമാണ്.
അവിടെയാണ് ഒരു വിശ്വാസിയുടെ തവക്കുലിന്റെ പ്രാധാന്യവും പ്രത്യേകതയും. മനുഷ്യനൊന്നുമല്ല, ഖുലിഖൽ ഇൻസാനു ലൈഫാ, മനുഷ്യൻ എത്ര ദുർബലനാണ്. അതുകൊണ്ടാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ യുസീബുൽ മുസ്ലിമു മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദൻ വലാ ഗമ്മിൻ. വിഷമങ്ങളുടെ പല തരത്തിലുള്ള പേരുകൾ പറഞ്ഞതാണ്. പ്രയാസം, വിഷമം, ദുഃഖം, സങ്കടം, ഇതൊന്നും ഒരു വിശ്വാസിക്ക് ഉണ്ടാവില്ല. ഒരു മുള്ള് തറക്കുന്നത് പോലെ, ഇഷാഖുഹ, അയാൾ കാലിലോ മറ്റോ തറക്കുന്ന ഒരു മുള്ളു പോലും അയാൾക്കാവൂല. എങ്ങനെയല്ലാതെ? ഇല്ലാ കഫറ അല്ലാഹു ബിഹാ മിൻ ഖതായാ, അല്ലാഹു അവന്റെ പാപം പൊറുത്തിട്ടല്ലാതെ. അപ്പൊ പ്രയാസങ്ങൾ, രോഗങ്ങൾ, വേദനകൾ, ഇതൊക്കെ ഒരു പ്രതിഫലമായി മാറും. ആണ് കുറെ രോഗിയായി കിടന്നാല് കണ്ണൂന് വിഷമുണ്ടാകാം, കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടാകാം, പക്ഷെ നല്ല ക്ഷമയും നല്ല പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ആ മനുഷ്യന്റെ പാപം പൊറുക്കാൻ അത് ധാരാളമാണ്. കാരണം ദുനിയാവിന് അത്ര പരീക്ഷണമാണ്, അത്ര സങ്കടമാണ്. ഒരു കുടുംബം മുഴുവൻ ദയനീയമായിട്ടൊരു മനുഷ്യനെ നോക്കുന്നു. ആ കുടുംബത്തിന്റെ വളക്കുമാടം മണയാൻ പോവുകയാണ്. അതുകൊണ്ട് ഖുർആൻ പറയാണ്, വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. കുറെ കാര്യങ്ങൾ പരീക്ഷിക്കുന്നുള്ള പറയാണ്, വിശദാക്കുന്നില്ല. അതിൽ വിശപ്പ് പറയുന്നുണ്ട്, ഭയം പറയുന്നുണ്ട്, സമ്പത്തിന്റെ കുറവ് പറയുന്നുണ്ട്, ശരീരത്തിന്റെ കുറവ് പറയുന്നുണ്ട്. ആ ശരീരത്തിന്റെ കുറവ് എന്നുള്ളിടത്ത് മിനൽ മൗതി വൽ മറദി എന്നാണ് വ്യാഖ്യാനം. ഒന്നുകിൽ പ്രിയപ്പെട്ടവന്റെ മരണം, അതൊരംഗത്തിന്റെ കുറവാണ് ഒരു കുടുംബത്തിലെ. അതല്ലെങ്കിൽ അയാളുടെ ഒരു രോഗം, അത് അയാളുടെ ഒരു ന്യൂനതയാണ്, ഒരു കുറവാണ്. അതുകൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. ഏത് പരീക്ഷണം വന്നാലും അയാൾ പറയും, വിശ്വാസി പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം. അല്ലാഹുവിങ്കൽ നിന്നവർക്ക് അനുഗ്രഹങ്ങളുണ്ട്, കാരുണ്യമുണ്ട്, അവരാണ് സന്മാർഗം പ്രാപിച്ചിട്ടുള്ളവർ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയാം, ഹിദായത്തുമായിട്ട് കൂട്ടിക്കടിപ്പിക്കുക. എന്ത് രോഗം? ചില ആളുകൾക്ക് രോഗം വന്നപ്പോ അവരുടെ വാക്കുകൾ വല്ലാത്ത അപകടം ചെയ്യും. ഓന്റെ റബ്ബേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ജിന്നെ എങ്ങനെ ഇടങ്ങാറാക്കണത് എന്നൊരു വിശ്വാസി പറയരുത്. നല്ല ക്ഷമ വേണം. മനുഷ്യന്റെ ഈ വേദന എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു അത്ഭുതമാണ്. അള്ളാഹു എല്ലാ വേദനകളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹിക്കാൻ കഴിയില്ല മനുഷ്യന് വേദന, ശരീരത്തിൻ്റെതായാലും അത് മനസ്സിൻ്റെതായാലും. ഇന്നിപ്പോ മാനസിക ആരോഗ്യ ദിനം എന്നൊക്കെ പറഞ്ഞ് പത്രത്തിലും ചാനലുകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മനസ്സിന് ധൈര്യം, അതിൻ്റെ ആരോഗ്യം, ശരീരത്തിൻ്റെ ആരോഗ്യം, ഇതെല്ലാം പരസ്പര പൂരകങ്ങളാണ്. ചില ആളുകൾക്ക് ചില രോഗങ്ങൾ വന്നത് മാനസിക സംഘർഷം കൊണ്ടാണ്. ചെറുപ്പത്തിൽ തന്നെ ഇന്ന രോഗം അയാൾക്ക് വന്നു, അത്രമേൽ അയാൾ സഹിച്ചു, അത്രമേൽ അയാൾക്ക് ടെൻഷനുകൾ ഉണ്ടായി എന്നൊക്കെ ആളുകൾ പറയാം. പറഞ്ഞു വന്നത്, രോഗം എന്ന് പറയുന്നത് ഒരാളെ കുറ്റമല്ല. അങ്ങനെ ആളുകൾക്കൊരു സംസാരമുണ്ട്. അതങ്ങനെ ഉണ്ടാവും, അത് അവന്റെ വാപ്പ അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഓലെ തറവാട്ടുകാർ അങ്ങനെയായിരുന്നു, അപ്പൊ അതൊക്കെ ഉണ്ടാവും അവിടെ എന്ന് പറയും. ചില വിവരക്കേടിന്റെ ഭാഗമായിട്ട് അങ്ങനെ പറയാൻ പാടില്ല. ആർക്കാ കൊടുക്കാന്ന് അറിയൂല, കാര്യപ്പെട്ടവർക്ക് തന്നെ കൊടുത്തുവല്ല. അതിനാണ് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് രോഗം കൊടുത്ത കഥ ഖുർആൻ നമ്മളോട് പറഞ്ഞത്. അയ്യൂബ് നബി ഒട്ടും മോശക്കാരനല്ല, അള്ളാന്റെ പ്രവാചകനാ. രോഗം എന്ന് മാത്രമല്ല, മാരകമായ രോഗം കൊടുത്തത്, ചെറിയ രോഗമൊന്നുമല്ല. ഖുർആൻ അത് പറയുകയും ചെയ്തു, അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. മാരകമായ രോഗം ബാധിച്ചപ്പോൾ അയ്യൂബ് നബി പറഞ്ഞ വർത്താനം നമുക്ക് പറഞ്ഞു തരാം, പടച്ചോനെ നീ എത്ര കരുണ ചെയ്യുന്നവനാണ്. ഇതാണ് വിശ്വാസി. പടച്ചോനെ എന്ത് കരുണയാണ്, എത്രമേൽ കരുണയാണ് നീ എന്നോട് ചെയ്യുന്നത് എന്ന് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ നാവ് ആ നേരത്തെ പറയണമെങ്കിൽ
അത് വല്ലാത്തൊരു വിശ്വാസമാണ്, അതൊരു ധൈര്യമാണ്, അതൊരു പതറാത്ത വിശ്വാസമാണ്. ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്ക് ജീവിതത്തിന്റെ അന്ത്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന എത്ര ആളുകൾ. വിശ്വാസികളുടെ വീട് നമ്മൾ പറയാറുണ്ട്, 5 നേരം നിസ്കരിക്കുന്നവന്റെ വീട്, മുസ്ലിം മഹലിൽ പാർക്കുന്നവന്റെ വീട്, ആ വീട്ടിലെ പ്രശ്നങ്ങളാണ്. പ്രശ്നമായപ്പോ ഭാര്യ പറയാണ്, നിങ്ങൾക്ക് ഇന്നെ കാണൂല, അല്ലെങ്കിൽ ഭർത്താവ് പറയാണ്, ഞാൻ ഇനി നേരകത്തിൽ ഇങ്ങോട്ട് വരൂല എന്ന് പറഞ്ഞാൽ സൂചന കൊടുക്കുകയാണ്, ഞാൻ മരിക്കാൻ പോവുകയാണ്. ആർക്കാ നഷ്ടം? ആരെയോ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ ആത്മഹത്യ തീരുമാനിക്കുക. തോൽക്കുന്നത് സ്വന്തമാണ്. ആത്മഹത്യ എന്ന വാക്ക് തന്നെ ആരാ തോൽക്കുന്നത്? സ്വന്തം ആത്മാവിനെ ഹത്യ ചെയ്യുകയാണ്. അതുകൊണ്ടല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവമായിട്ട് പറഞ്ഞത്, ആ പണി ചെയ്യാൻ പാടില്ല, ചിന്തിക്കാൻ പോലും പാടില്ല. അഥവാ അങ്ങനെ ഒരാൾ ചെയ്താല് എന്ത് കാര്യം കൊണ്ടാണോ അയാളെ മരണം, അതേ ശിക്ഷ അല്ലാഹു നരകത്തിൽ അയാൾക്ക് കൊടുക്കും. അപ്പൊ എത്ര ഗൗരവമാണ്! ഒറ്റ മിനിറ്റിന്റെ ചില ചാബല്യങ്ങളാണ്. ഒരാള് കണ്ട രക്ഷപ്പെടും ചിലപ്പോ. ചില മനുഷ്യന്മാരുടെ അവസ്ഥ അതാണ്. അവിടെയാണ് ഈ വിശ്വാസത്തിന്റെ പ്രസക്തി, അള്ളാന്റെ ഓർമ്മയുടെ പ്രസക്തി, മസ്ജിദിന്റെ പ്രസക്തി, നമസ്കാരത്തിന്റെ പ്രസക്തി, സൽ സ്വഭാവത്തിന്റെ പ്രസക്തി, മതത്തിന്റെ പ്രസക്തി, ശരീഅത്തിന്റെ പ്രസക്തി, ദീനിന്റെ പ്രസക്തി, അള്ളാഹിന്റെ പ്രസക്തി, അവന്റെ ദീനിന്റെ പ്രസക്തി, ഖുർആനിന്റെ പ്രസക്തി, വിശുദ്ധ നബിവചനങ്ങളുടെ പ്രസക്തി. അത് ജീവിതമായിട്ട് കൂട്ടിമുട്ടുക. അതുകൊണ്ടൊരു വിശ്വാസി ഒരിക്കലും പറഞ്ഞു പോകരുതെന്നാ രോഗമായാല് പഠിച്ചോനെ എന്നെ മരിപ്പിക്കണമേ എന്ന് ദുആ ചെയ്യരുത്. റസൂലുള്ളാഹി പറയാണ്, പിന്നെ അയാൾക്ക് എന്ത് ദുആ ചെയ്യാം? ഇൻ കാനത്തിൽ ഹയാതു ഖൈറൻ ലി ഫഅഹ്യിനി, റബ്ബേ ജീവിതം എനിക്ക് ഖൈറാണെങ്കിൽ എന്നെ ജീവിപ്പിക്കണം റബ്ബേ. അങ്ങനെ മനുഷ്യനെ അറിയൂല ഏതാ ഖൈറ് അല്ലെ. ചില വിവാഹ ബന്ധങ്ങളൊക്കെ അങ്ങനെ നമ്മൾ പറയല്ലേ, നമ്മളാണ് ഉറപ്പിച്ചു അത് വളരെ ഉഷാറാണ്. അപ്പൊ ആരോ പറയാണ് അത് അള്ളാഹ് ഖൈറാണെങ്കിൽ നടത്തി തരട്ടെ എന്ന് പറയുന്നത് പോലും നമുക്ക് ഇഷ്ടമല്ല. എന്തിനും ഇതൊരു ഖൈറില്ല, ഇനി എന്തൊരു ഖൈറ്. പക്ഷെ അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന എന്തെല്ലാം സംഗതികളുണ്ടാകും. ജീവിതം അങ്ങോട്ട് തുടങ്ങുമ്പോ രാവ് പകലിന്റെ മാറ്റങ്ങൾക്കിടയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകാം ചിലപ്പോ. അപ്പൊ നമ്മൾ അന്തം വിട്ടു പോകും ചില സംഗതികൾ. ഉദാഹരണങ്ങൾ അനേകമാണ്. ഉദാഹരണങ്ങൾ സ്വന്തം ജീവിതമാണ്, ജീവിതത്തിന്റെ തീഷ്ണമായ അനുഭവങ്ങളാണ്, മറ്റൊന്നുമല്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമുക്കറിയില്ല. അതിൽ നന്മ ഒളിപ്പിച്ചു വെച്ച പടച്ചറപ്പ് ഒളിപ്പിച്ചു വെച്ച് നമുക്കറിയില്ല. പിന്നെ നിനക്ക് ദുആ ചെയ്യാമോ? ഇൻകാനത്തിൽ മൗതു ഖൈറൻ ലി, പടച്ചവനെ മരണമാണ് എനിക്ക് ഖൈറെങ്കിൽ ഫഅമിത്നി, നീ എന്നെ മരിപ്പിക്കണേ റബ്ബേ. അങ്ങനെ ദുആ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ എന്ത് ദുആ ചെയ്യരുത്? പടച്ചവനെ എന്നെ മരിപ്പിക്കണേ എന്ന് പറയരുത്. എത്ര ആളുകൾ പറയുന്നു, ഞാനും നിങ്ങളും കേൾക്കുന്നു, പടച്ചവനെ ഒന്ന് മരിപ്പിച്ച് കിട്ടണം, ഇവിടുന്ന് പോണം, ഈ പെരക്കാർക്ക് എന്നെ കൊണ്ട് ഇടങ്ങേറാണ്, ഞാൻ ആർക്കും ഇടങ്ങേറുണ്ടാക്കണില്ല, അങ്ങനെയൊന്നും കരുതണ്ട. ഒറ്റ വാക്കായാലും പറയുള്ളൂ. അതുകൊണ്ടാണ് ഒരു സമൂഹത്തിന്റെ മേലിൽ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഒരു കുടുംബത്തിലെ രോഗി, ആ രോഗിയെ പരിചരിക്കുക, ശുശ്രൂഷിക്കുക, അതിന്റെ പുണ്യം ഒക്കെ എത്ര പ്രധാനമാണ്. അതുകൊണ്ടാണ് ആ രീതിയിലുള്ള സംസാരങ്ങൾ പോലും നമ്മളെ തുമ്പത്തുണ്ടാകരുത്, നാവിന്റെ തുമ്പത്ത്. ഞാൻ കാട്ടിത്തരാം അല്ലേ. ഇന്ന് കുടുംബങ്ങൾ നീറുകയാണ്. മക്കള് ഭീഷണിപ്പെടുത്തുക, ഉമ്മ ഭീഷണിപ്പെടുത്തുക, ബാപ്പ ഭീഷണിപ്പെടുത്തുക. എന്താ ഭീഷണി? ഞാൻ മരിക്കാൻ പോവുകയാണെന്നാ. സ്വന്താണ് നഷ്ടം, നഷ്ടം സ്വന്തമാണ്. ഞാൻ പറഞ്ഞു വന്നത്, രോഗം എന്ന് പറയുന്നത് അത് മാനസികമാകട്ടെ ശാരീരികമാകട്ടെ അത് പരീക്ഷണമാണ്. അതിലൊക്കെ അള്ളാഹ് പുണ്യം കൊടുക്കും. ഭ്രാന്ത് പോലും ആ ആൾക്ക് പരലോകത്ത് പുണ്യായി മാറും. ദുനിയാവിൽ നമ്മളെ കണ്ണിലെ ആള് ഭ്രാന്തനാണ്. ഇസ്ലാമിന്റെ നിയമം നോക്കൂ, അയാൾക്ക് തക്ലീഫില്ല എന്നാണ്. അയാൾക്ക് ദീനിന്റെ നിയമങ്ങളുടെ ശാസന പോലുമില്ല. ബുദ്ധിക്ക് സ്ഥിരതല്ലാത്തൊരു മനുഷ്യന് ഇളവ് നോക്കൂ. ഇസ്ലാം തക്ലീഫില്ലാത്ത മനുഷ്യനാണ് അയാൾ. അയാൾക്ക് നിസ്കാരം പോലും നിർബന്ധമില്ല. അതിന്റെ പേരിൽ നാളെ പരലോകത്ത് അയാൾക്ക് ശിക്ഷയില്ല. അവിടെ ചിലപ്പോൾ അയാൾ എത്ര ഉന്നതനും മഹാനുമായിരിക്കാം. ദുനിയാവിലെ ക്ഷണികമായ കുറച്ച് ജീവിതത്തിനിടയിൽ ആൾക്കൊരു ഭ്രാന്ത് ഒക്കെ ഉണ്ടായേക്കാം ചിലപ്പോ.
കുടുംബത്തിലൊക്കെ മാനക്കേടുണ്ടാകാം, മക്കളൊക്കെ വാപ്പാരെ പറ്റി പറയുമ്പോൾ പോലും തല താഴ്ത്തുന്നുണ്ടാകാം. പക്ഷെ അതിൻ്റെ പിന്നിൽ നേരത്തെ പറഞ്ഞ പോലെ ഒളിച്ചു വെച്ച ഒരുപാട് നന്മകളുടെ കൂമ്പാരമുണ്ടാകാം. മാനസിക എന്ന് പറഞ്ഞ സംഗതി പോലും അതാണ്. റസൂലുള്ളാഹിന്റെ അടുത്ത് വരികയല്ലേ ഒരു പെണ്ണ്, എന്നിട്ട് പറയും, നബിയെ, എനിക്കൊരു തരം മാനസിക അസ്വാസ്ഥ്യമുണ്ട്, നിങ്ങൾ ദുആ ചെയ്യണം എനിക്ക് വേണ്ടി. എനിക്കൊരു വിഷമുണ്ട്, ഞാനങ്ങനെ ബോധക്ഷയം നിമിത്തം ഞാൻ വീഴുമ്പോൾ ചിലപ്പോൾ എൻ്റെ നഗ്നത വെളിവാകാറുണ്ട്, ഞാനതറിയാറില്ല. പിന്നെ ആളുകൾ പറഞ്ഞു കേട്ടിട്ട് ഞാനതറിയും. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ രോഗമൊന്ന് മാറാൻ ദുആ ചെയ്യണം നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു മറുപടി എന്താണെന്നറിയും? നീ അത് ക്ഷമിക്കുകയാണെങ്കിൽ അത് നിനക്ക് സ്വർഗത്തിലേക്കുള്ള പാതയാണ്. അപ്പം ആ സഹോദരി അങ്ങനെ തന്നെ തിരിച്ചുപോയി എന്നാണ്. സ്വർഗാണ് എൻ്റെ നബി എന്നോട് പറഞ്ഞത്, എനിക്കത് മതി എന്ന് പറഞ്ഞ് തിരിച്ചുപോയി. ഞാൻ പറഞ്ഞു വന്നത് മാനസികമായ അസ്വാസ്ഥ്യങ്ങൾ, അസുഖങ്ങൾ, ഇതൊക്കെ ഉള്ള ആളുകൾ വീടുകളിലുണ്ടാകാം. അവരൊക്കെ നമ്മൾ മാന്യമായി പരിഗണിക്കണം, അവരോട് പെരുമാറണം, പരിഹസിക്കരുത്. ചില ആളുകൾ അങ്ങനെ മാനസികാസ്വാസ്ഥ്യമുള്ള ആളുകൾ അങ്ങനെ പരിഹസിക്കും, കളിയാക്കും. നമ്മൾ വലിയ മനസ്സുള്ളവരും വലിയ ബുദ്ധിജീവികളും അല്ലെ, വലിയ ഖൈറിൻ്റെ ആളുകളൊക്കെയാണ് നമ്മൾ തെറ്റിദ്ധരിച്ചു പോയതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇതൊക്കെ അള്ളാഹു കണക്കാക്കിയതാണ്. അതുകൊണ്ട് ഖുൽ, നബി അവരോട് പറഞ്ഞു കൊടുക്കണം, അള്ളാഹു എഴുതി വെച്ചതല്ലാതെ നമ്മുടെ ആരുടെയും ജീവിതത്തിൽ സംഭവിക്കൂല. ഹുവ മൗലാന, അല്ലാഹ് നമ്മുടെ രക്ഷാധികാരിയാണ്. അതുകൊണ്ട് വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികൾ അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നവരാണ്. നിസ്കാര ശേഷം ദുആ ചെയ്യാൻ പഠിപ്പിച്ചത് അതല്ലേ? ലാ മാനിഅ ലിമാ അഅ്തൈത, നീ നൽകിയത് തടുക്കാൻ ആരുമില്ലല്ലോ റബ്ബേ. വലാ മുഅ്തിയ ലിമാ മനഅത, നീ തടഞ്ഞു വെച്ചത് നൽകാനും ആരുമില്ലല്ലോ റബ്ബേ. വലാ റദ്ദ ലിമാ ഖളൈത, നിന്റെ വിധി തട്ടിത്തടുക്കാൻ ഒരാളുമില്ല റബ്ബേ. ഇതൊക്കെ എന്ത് ധൈര്യം ഒരു മനുഷ്യന് കൊടുക്കുന്നത്! ഇത്ര പ്രധാനമാണ് ഈ വാക്കുകളൊക്കെ. അതുകൊണ്ടൊരു വിശ്വാസി എന്ന നിലയിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അതുകൊണ്ടൊരു നിരാശ ഈ വിഷയത്തിലൊന്നും വേണ്ട. എത്ര മാരകാണ് രോഗമെങ്കിലും നിരാശ വേണ്ട. അതിനപ്പുറത്തൊരു സ്വർഗം കാത്തിരിപ്പാണ്. റബ്ബേ, മലക്ക് വരും, മരണം വരും, ഞാൻ ഖബറിൽ പോകും, എൻ്റെ പ്രിയപ്പെട്ടവർ കരയും, പക്ഷേ എനിക്ക് പോകാനുള്ളത് സ്വർഗമാണ്. അല്ലാഹു എന്നെ കൈവിടൂല, ഞാനതിനു വേണ്ടി ദുആയും എൻ്റെ പ്രാർത്ഥനയും എന്ന് ഒരു വിശ്വാസിയുടെ നെഞ്ചകം അവനോട് മന്ത്രിച്ചുവെങ്കിൽ ഇതൊരു സൗഭാഗ്യമാണ്. ആ തലത്തിൽ ഇതിനെ കാണാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് രോഗം എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിലൊരു പരീക്ഷണമാണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് നന്മകൾ ചിലപ്പോൾ അള്ളാഹ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകാം. ചില മാരകമായ അല്ലെ, ചില രോഗങ്ങൾ ഹറാമുകളിൽ നിന്ന് നമ്മളെ കാത്തില്ലേ. ഏതോ ഒരു വേണ്ടാത്തരത്തിൽ പോവുക, അപ്പോൾ ആ കയ്യിനോ നെഞ്ചിനോ ഒരു വേദന, പെട്ടെന്ന് തോന്നി വേണ്ട, അത് അല്ലാഹ് തന്ന രക്ഷയാണ്. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ധവളമായ ഭൂമികയിൽ ആ തെറ്റിൻ്റെ കറുത്ത പുള്ളി വീണിട്ട് ജീവിതം പിന്നീട് എത്ര ക്ലേശകരമാകുമായിരുന്നു. അതുകൊണ്ട് അള്ളാഹു ഉന്നതനും മഹാനുമാണ്, അവനിൽ തവക്കുലാക്കുക. അതുകൊണ്ട് രോഗത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവുക, മനസ്സിനും ശരീരത്തിനും ആരോഗ്യമുണ്ടാവുക. അള്ളാഹു അത് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ.